ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽവേളയിൽ വാഴ്ചപ്പെടുമാറാകട്ടെ. ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി കർത്താവ് നമുക്കിങ്ങനൊരു സാവകാശം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതികളും ആരാധനയും അർപ്പിക്കുന്നു. ഒന്നിച്ചുള്ള കൂട്ടായ്മ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്കായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്ന് ഈ ഓൺലൈൻ മീറ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നതായ എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ ഈ പ്രാരംഭ സെഷനിൽ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളാണ്. ആ അധ്യായത്തിൽ നിന്നാണ് പ്രൈസ് ദി ലോർഡ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം പ്രാരംഭവാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചരിത്രം, ഇസ്രായേൽ ജനത്തെ, ഇസ്രായേൽ മക്കളെ കനാനിനെ അല്ലെങ്കിൽ കനാനിലേക്കുള്ള അവരുടെ യാത്രയിൽ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്കുള്ള അവരുടെ യാത്രയിൽ കനാനിനെ കീഴ്പ്പെടുത്താനുള്ള അല്ലെങ്കിൽ കനാനിനെ ലക്ഷ്യം വെച്ച് അതിനെ കീഴ്പ്പെടുത്താനുള്ള അവരുടെ ഒരു യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന വിവരണമാണ് 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നാം കാണുന്നൊരു കാഴ്ച, 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് അവർ യോർദാനിലെ വെള്ളം വറ്റിച്ച് ഇസ്രായേൽ മക്കൾ മിസ്രൈമിനെ കീഴടക്കി അല്ലെങ്കിൽ യോർദാനിലുള്ള വെള്ളം വറ്റിച്ച് കളഞ്ഞ് എന്ന് യോർദാൻ കരയിലുള്ള ആളുകളൊക്കെ കേട്ടപ്പോൾ അവിടെ സമീപത്ത് താമസിച്ചിരുന്ന അയൽ രാജ്യങ്ങളായ അമോര്യ രാജാക്കന്മാരെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഇതൊരിക്കലും അസാധ്യമായ കാര്യമാണ്. യോർദാൻ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും വറ്റാത്ത ഒരു നദി, എപ്പോഴും ജലം വളരെയധികമായി ഉള്ള ഒരു നദിയാണ് യോർദാൻ നദി. എന്നാൽ യോർദാൻ്റെ മുന്നിൽ യോർദാൻ്റെ വെള്ളത്തെ വറ്റിച്ച് കളഞ്ഞ് എന്ന് കണ്ടപ്പോൾ തൻ്റെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ഈ ദേശത്തിൻ്റെ ചുറ്റുപാടുമുള്ള ജാത്യരായ കനാന്യർ, അമോര്യ രാജാക്കന്മാരൊക്കെയും എന്ത് ചെയ്തു? അവർ ഹൃദയം അങ്ങ് ഉരുകിയെന്നാണ് അത് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലവും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ അയക്കുമ്പോൾ അത് ദേശത്തിനും പ്രൈസ് ദി ലോർഡ് ചുറ്റുപാടിനും അതിശയമുളവാക്കത്തക്ക നിലയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരുവൻ്റെ മേൽ സംഭവിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ഉരുകി. ഇസ്രായേൽ മക്കൾ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി. അവർക്കാകെ മ്ലാനത. They were all gloomy. Why? Because they saw the power of our Almighty God. ഈ കാലഘട്ടത്തിലും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് ദേശത്തിന് എന്തുണ്ടാകണം? ഭയമുണ്ടാകണം. ദേശത്തിന് അതിശയമുണ്ടാകണം. പ്രൈസ് ദൈവമക്കളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നണം? ഭയം തോന്നണം. ദൈവത്തെ ആശ്രയിക്കാൻ തോന്നണം. ദൈവത്തോടുള്ള അവരുടെ സമീപനം വർദ്ധിക്കാനായിട്ടിടയായിത്തീരണം. എന്നാൽ ഈ വാക്യം വായിക്കുമ്പോൾ വലിയൊരു യുദ്ധവും വലിയൊരു വിജയവും നേടി വന്ന യോർദാനെ വറ്റിച്ച് അവിടെ നിന്ന് ഒരു വിജയ ആഹ്ലാദത്തോടെ അല്ലെങ്കിൽ ഒരു വലിയ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ജനത്തിൻ്റെ മുമ്പിൽ ദൈവം ഒന്ന് ബ്രേക്ക് ഇടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ദൈവം തൻ്റെ ജനത്തിനെ ദൈവികമായ വാഗ്ദത്ത ദേശമായ കനാൻ ലക്ഷ്യമാക്കി പോകുമ്പോൾ ദൈവം അവരുടെ മുന്നിൽ അത് വളരെ ഈസിയായിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിനെ കീഴ്പ്പെടുത്താൻ, സ്വന്തമാക്കാനായിട്ട് ദൈവം അവർക്ക് അവസരം കൊടുത്തില്ല എന്നുള്ളത് ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഇതാണ്, ദൈവം തൻ്റെ വാഗ്ദത്തം തൻ്റെ ജനത്തിൻ്റെ മേൽ നൽകും, അത് നിശ്ചയമാണ്. എന്നാൽ ആ വാഗ്ദത്തം പ്രാപിക്കാനായി ദൈവം തൻ്റെ ജനത്തെ ഒന്ന് ഒരുക്കുക കൂടെ ഒരുക്കിയെടുക്കുക കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അധ്യായം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അതായത് ദൈവത്തിന് വാഗ്ദത്തം തരുന്നതിന് മടി ഉണ്ടായിട്ടല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനായി താമസിപ്പിക്കുന്നത്, മറിച്ച് വാഗ്ദത്തം റിസീവ് ചെയ്യാനായിട്ട്, ദ പ്രോമിസ് which was supposed to receive, അത് പ്രാപിക്കുന്ന അതിൻ്റെ റെസിപ്പിയൻറ്റ് should prepare himself to receive the promise. Or in other sense, I would say, the recipient should be spiritually prepared to receive the promise from the God. Praise the Lord. ഇവർ വലിയ വിജയം നേടി യോർദാൻ നദിയൊക്കെ വറ്റിച്ച് മുന്നോട്ട് വരുമ്പോൾ they could have gone through a pride. അവർ വലിയ ഒരു അഹങ്കാരത്തിലേക്കോ അല്ലെങ്കിൽ അഹന്തയിലേക്കോ അവർ ചെല്ലാൻ സാധ്യതയുണ്ട്. കാരണം they could see the mighty hand of Lord in their midst and they could be sometime go into a great pride. ഒരു വലിയ അഹംഭാവത്തിലേക്ക് പോകാനുള്ള സോ അവിടെ ദൈവം ഒരു ബ്രേക്ക് ഇട്ടിട്ട് God is asking to do several things before you go forward. ഇനി മുന്നോട്ട് പോകുന്നതിന് മുൻപായി നിങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യണം. You have to do several things before you proceed to receive your promise. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിലും എനിക്കും നിങ്ങളോടും പറയാനുള്ള ഒരു ദൂത് അത് തന്നെയാണ്. നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം അത് പ്രാപിച്ചെടുക്കാനായി, അത് നിങ്ങൾ ലഭ്യമാകാനായിട്ട് യു നീഡ് ടു ഡു സെവറൽ തിങ്സ്. നിങ്ങളും ചില കാര്യങ്ങൾ ചെയ്യണം. then only you will attain the God given promise in your life. Praise the Lord. ഇവരൊരു യുദ്ധത്തിനാണ് ആയിരിക്കുന്നത്. Praise the Lord. ഇവരൊരു യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. സോ യുദ്ധത്തിന് എന്തായാലും എന്ത് വേണം? ഒരു തയ്യാറെടുപ്പ് വേണം. സോ വി ആർ ആസ് ക്രിസ്ത്യൻസ്, വി ആർ ഓൾസോ ഇൻ ദിസ് വേൾഡ് അണ്ടർ എ സ്പിരിച്വൽ ബാറ്റിൽ. നമ്മളെല്ലാം ഈ ലോകത്തിൽ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് ആയിരിക്കുന്നത്, ഒരു ആത്മീയ പോർക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. സോ ഇൻ എ ഹ്യൂമൻ സെൻസ് ഒരു പോരാട്ടത്തിന് വേണ്ടി, ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്നയാൾ ഒരുങ്ങി അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടാണ് താൻ എന്ത് ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത്. എന്നതുപോലെ ഒരു ആത്മീയ യുദ്ധത്തിൽ നാം ആയിരിക്കുമ്പോഴും നമുക്ക് ചില ആത്മീയ ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഈ ആത്മീയ ഒരുക്കങ്ങൾ എന്തെന്നുള്ളത് ഈ വേദഭാഗത്തിൽ ഇസ്രായേൽ മക്കൾ അവരുടെ യുദ്ധങ്ങളുമായി അവരുടെ മുന്നോട്ടുള്ള കനാൻ ദേശത്തെ കൈവശപ്പെടുത്താനുള്ള അവരുടെ യാത്രയിൽ അവർ മുമ്പോട്ട് പോയതായ ചില കാര്യങ്ങൾ, അവർ ചെയ്തതായ ചില കാര്യങ്ങൾ നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ചിന്ത, നമുക്ക് വേണ്ടി ദൈവം ഒരു കനാൻ ഒരുക്കിയിട്ടുണ്ട്. വി ആർ ഓൾ ഓൺ അവർ travel or on our procession to the heavenly Canaan. നമ്മളെല്ലാവരും ആ സ്വർഗീയ കനാനിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ പുതിയ നിയമത്തിൽ ദൈവസഭയുടെ അനുഭവമായി ചിത്രീകരിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് പോയ അവരുടെ യാത്ര പുതിയ നിയമത്തിൽ ദൈവമക്കളായ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന യാത്രയോട് നമുക്ക് തുല്യപ്പെടുത്തി ചിന്തിക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നാം എല്ലാവരും വി ആർ ഓൺ അവർ വോയേജ് ടു ദി ഹെവൻലി കനാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് ഈ രാവിലെ, ഈ പകൽക്കാലം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ആർ യു റെഡി ടു കോൺകർ യുവർ കനാൻ? നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ കനാനിനെ കീഴ്പ്പെടുത്താനായി, അത് നിങ്ങൾക്ക് അവകാശപ്പെടുത്താനായി നിങ്ങൾ തയ്യാറായോ? ഇസ്രായേൽ മക്കളോട് ചോദിക്കുമ്പോഴും ഈ ചോദ്യം തന്നെ ദൈവാത്മാവ് അവരോട് ചോദിക്കുന്നു. ആർ യു റിയലി പ്രിപ്പയർഡ് ഓർ റെഡി ടു കോൺകർ ദി കനാൻ? ഇന്ന് ഈ പകൽക്കാലവും നിങ്ങളോടുമുള്ള എൻ്റെ ചോദ്യം അത് തന്നെയാണ്. സ്വർഗീയ കനാനിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ആ സ്വർഗീയ കനാനിനെ
കൈവകാശപ്പെടുത്തുവാനായി, അത് നേടിയെടുക്കാനായി ആർ യു റെഡി? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ, ഒരു സ്പിരിച്വൽ ബാറ്റിലിൽ വി നീഡ് എ സ്പിരിച്വൽ പ്രിപ്പറേഷൻ. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഫസ്റ്റ് തിങ് വാട്ട് ദേ ഡിഡ് ഈസ് ദേ റിന്യൂഡ് ദെയർ കവനന്റ് വിത്ത് ദി ലോർഡ് ബിഫോർ ദേ പ്രൊസീഡ് ഫ്രം ജോർഡാൻ. യോർദാനിൽ നിന്ന് പിന്നീട് മുന്നോട്ട് പോകാനായി അവരുടെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി they were renewing their covenant with the Lord. അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചാട്ട്. അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. യോശുവ തീക്കല്ലുകൊണ്ട് കത്തിയുണ്ടാക്കി ഇസ്രായേൽ മക്കളെ അഗ്രചർമ്മ ഗിരിയിൽ വെച്ച് പരിച്ഛേദന ചെയ്തു. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കൾ എല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോകുന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നുവെങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കൾ ആയവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായതുകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു. നമുക്ക് തരുമെന്ന് യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ല എന്ന് യഹോവ അവരോട് സത്യം ചെയ്തു. എന്നാൽ അവർക്ക് പകരം അവൻ എഴുന്നേൽപ്പിച്ച പുത്രന്മാരെ യോശുവ പരിച്ഛേദന ചെയ്തു. യോശുവ ഇസ്രായേൽ മക്കളെ എല്ലാവരെയും, അല്ലെങ്കിൽ ദ ബാച്ച് ദാറ്റ് ഈസ് വിത്ത് ദം നൗ, അവരാ പോകുന്ന സഞ്ചരിക്കുന്നതായ പുരുഷന്മാരെ മുഴുവൻ പരിച്ഛേദന കഴിപ്പിച്ചു. പരിച്ഛേദന അവർ ഏറ്റു. എന്തിനാണ് ഈ പരിച്ഛേദന ഏറ്റത്? കഴിഞ്ഞ ബൈബിൾ സ്റ്റഡി സമയങ്ങളിലൊക്കെ ഞാൻ സവിസ്താരം പ്രസംഗിച്ച ഒരു കാര്യമാണ്. പരിച്ഛേദന എന്ന് പറയുന്നത്, അഗ്രചർമ്മ മുറിക്കുക എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അടയാളമാണ്. ഇറ്റ് വാസ് ബീൻ ഗിവൺ ത്രൂ ഏബ്രഹാം. അബ്രഹാമിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ ദൈവിക ഉടമ്പടിയുടെ അടയാളമാണ്. ഇറ്റ് ഈസ് എ മാർക്ക് ദാറ്റ് ദേ ആർ സെപ്പറേറ്റഡ്, ദേ ആർ എ കവനന്റഡ് പീപ്പിൾ. അവരൊരു ഉടമ്പടിയുടെ അവകാശത്തിങ്കൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ് അഗ്രചർമ്മം മുറിക്കുക അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, യോശുവ പറയുന്നത്, അവർ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഏകദേശം 40 വർഷം ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ഉണ്ടാകുകയും അവർ മരുഭൂമിയിൽ ഉഴന്ന് സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ, they were wandering in the desert, in the wilderness during this period, ഈ കാലഘട്ടത്തിൽ അവരിൽ പലരും എന്ത് ചെയ്തിട്ടില്ല? പരിച്ഛേദന ഏറ്റിട്ടില്ല. Nobody or many of them were not undergone through the process of circumcision. അവരിൽ പലരും പരിച്ഛേദന ഏറ്റിട്ടില്ല. സോ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ, ദൈവിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, ദിസ് ഈസ് എ റിയൽ ബ്രേക്കേജ് ഓർ റിയൽ ബ്രേക്ക് ഡൗൺ ഓഫ് ദി കവനന്റൽ റിലേഷൻഷിപ്പ് വിത്ത് ദി ലോർഡ്. ദൈവത്തോടുള്ള അവരുടെ ഉടമ്പടിയുടെ വിഘനം അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ തകർച്ചയാണ് നാം ഈ കാലഘട്ടത്തിൽ കണ്ടത്. സോ ദൈവം അവരോട് പറഞ്ഞു, യു കനോട്ട് കോൺകർ യുവർ കനാൻ unless you establish or renew your covenant with me that was I given through Abraham. അബ്രഹാമിലൂടെ നിനക്ക് നൽകിയ ഉടമ്പടിയുടെ പൂർത്തീകരണം നിങ്ങൾ പൂർത്തീകരിക്കാതെ നിങ്ങൾ ഒരാൾ പോലും കനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. സോ ബേസിക്കലി സർക്കംസിഷൻ, പരിച്ഛേദന ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അഗ്രചർമ്മം അല്ലെങ്കിൽ മുറിക്കുക, അത് മുറിച്ച് മാറ്റുക എന്നുള്ളത്. സോ ദാറ്റ് ക്ലിയർലി ഷോസ് ദാറ്റ് യു ആർ സെപ്പറേറ്റിംഗ് സംതിങ്. നിങ്ങൾ ചിലത് മുറിച്ച് മാറ്റുകയാണ്. ഓർ സെറ്റ് അപ്പാർട്ടിങ് സമ്മൺ ആസ് സ്പെഷ്യൽ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ട് അത് നിവർത്തിക്കാതെ ദൈവത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ദൈവം തരാൻ തയ്യാറാണ്. ബട്ട്
one condition: we need to renew our covenant with the Lord. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും ദൈവത്തിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പല പ്രയാസങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. രോഗത്തിൽ നിന്ന് വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയ തലത്തിൽ മുന്നേറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മീയ തലത്തിൽ ഒരു പുതുക്കം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം സാധ്യമാകണമെങ്കിൽ there should be a manifestation of separation. അവിടെ വേർപാടിൻ്റെ അടയാളം നമ്മൾ മാർക്ക് ചെയ്തേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റിമൂവ് ദ തിങ്സ് ദാറ്റ് സ്റ്റാൻഡ് ബിറ്റ്വീൻ us ആൻഡ് ദി ടോട്ടൽ സറണ്ടർ ടു ദി ലോർഡ്. ദൈവത്തോടുള്ള നമ്മുടെ പൂർണ്ണ സമർപ്പണത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ആ വലിയ തടസ്സത്തെ നമുക്കൊന്ന് മാറ്റണം. then only we will reach to our promise. നമ്മുടെ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ഉടമ്പടി എവിടെയെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം അതിനെ പുനഃസ്ഥാപിക്കണം. നമുക്കെല്ലാം വിടുതൽ വേണം, നമുക്കെല്ലാം അനുഗ്രഹം വേണം, നമുക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നടക്കണം. ദാറ്റ് ഈസ് ഗുഡ്. എന്നാൽ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ ആദ്യം ബന്ധം ശരിയാകണം. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു റിന്യൂ അവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ഇസ്രായേൽ മക്കൾക്കെല്ലാം യോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ ട്രയംബൻ ഒരു വിക്ടറി ആയിരുന്നു. എന്നാൽ ഗോഡ് സെഡ്, ഡോ നോട്ട് മൂവ് ഫർദർ. ഇനിയും പോകണമെങ്കിൽ നിങ്ങൾ അഗ്രചർമ്മം മുറിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിച്ഛേദന ഏൽക്കണം. അങ്ങനെ ദ ഫസ്റ്റ് തിങ് ടു കോൺകർ യുവർ കനാൻ, നിങ്ങളുടെ ജീവിതത്തിലെ കനാനിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഒന്ന് വേണ്ടത് നിങ്ങളും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിക്കുക. അതിനകത്ത് എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ we need to renew ourselves. രണ്ടാമത്തെ കാര്യം, അവിടെ നാം അതിന്റെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ട്, അവർ സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൗഖ്യമായതുവരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടി. 8 മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. 8ാമത്തെ വാക്യം വായിച്ചപ്പോൾ യോശുവയും കൂട്ടരും അത് അനുസരിച്ചു. ഈ യോർദാൻ കടന്ന സമയത്ത്, while they were conquering the Jordan river, അവരെല്ലാവരും ഒരു വിജയത്തിൻ്റെ മൂഡിലേക്ക് വന്നു. എന്നാൽ അടുത്ത സമയം ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിയും അഗ്രചർമ്മം മുറിച്ച് പരിച്ഛേദന ഏൽക്കണം. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ സർജിക്കൽ പ്രൊസീജിയർ. അതൊരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. അത് ചെയ്താലുണ്ട കുഴപ്പമെന്ന് പറയുന്നത്, ദേ ആർ ഇൻ ദ മിഡ്സ് ഓഫ് ദ ബാറ്റിൽ. അവർ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. സോ ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദേ കനോട്ട് ഗോ ടു ആൻ സർജിക്കൽ പ്രൊസീജിയർ. കാരണം അങ്ങനെ ഒരു സർജിക്കൽ പ്രൊസീജിയറിലേക്ക് അവർ പോയാൽ, കൽക്കത്തി കൊണ്ട് അഗ്രചർമ്മം മുറിക്കണം എന്ന് പറയുന്ന, ദാറ്റ്സ് എ വെരി പെയിൻഫുൾ ആൻഡ് ഇറ്റ് ഷുഡ് നീഡ് സം ഡേയ്സ് ടു റിക്കവർ. അതെല്ലാം ആവശ്യമുള്ള ഒരു പ്രൊസീജിയറാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രൊസീജിയർ നടക്കണമെങ്കിൽ there should be a time, a relaxing time, അല്ലെങ്കിൽ ഒരു ബഫർ ടൈമിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ബട്ട് ദൈവം അവരോട് പറയുന്നത്, ഈ യുദ്ധത്തിൻ്റെ ഈ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർ യോർദാൻ കടന്ന് മുന്നോട്ട് വരുന്നു എന്ന് കനാന്യരും അമോര്യ രാജാവും കണ്ടിരിക്കുമ്പോൾ അവരൊന്നും അടങ്ങിയിരിക്കത്തില്ല. ദേ വിൽ ഫൈറ്റ് ബാക്ക്. അവർ തിരിച്ച് യുദ്ധം ചെയ്യും. അത് വളരെ സ്ട്രാറ്റജിക്കലി അറിയാവുന്ന കാര്യമാണ് ഇസ്രായേൽ മക്കൾക്ക്. എന്നാൽ ദൈവം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്നുമല്ല. യു ഹാവ് ടു ഡു വാട്ട് ഐ സെഡ്. അവിടെ നമ്മൾ കാണുന്നത് ഒരു കാഴ്ച, എവ്രി വൺ ജസ്റ്റ് ഒബേഡ് ദാറ്റ്. ദോ ദേ നോ ദാറ്റ് വി ആർ ഇൻ ദ മിഡിൽ ഓഫ് ദിസ് ബാറ്റിൽ ആൻഡ് വി കനോട്ട് ഗോ ത്രൂ സച്ച് എ പ്രൊസീജിയർ. ഇഫ് വി ഗോ, all our soldiers, ഞങ്ങളുടെ പടയാളികൾ, പട്ടാളക്കാർ, they would be under pain for several days, so they cannot fight, they cannot move, they cannot travel. അവരെല്ലാം വിശ്രമിച്ചിരിക്കേണ്ട സമയമാണ്. So it cannot be a viable time to undergo circumcision. But
ഇവിടെ നാം കാണുന്ന ഒരു കാര്യം, വാട്ട് മെയ്ഡ് ദം ടു പ്രൈസ് ദ ലോർഡ് കമ്മിറ്റ് themselves, what made them to obey as Joshua said, praise the Lord. ഒറ്റ കാര്യം സംഭവിച്ചു, they reaffirmed their confidence in the Lord. അവർ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ദൈവാശ്രയത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു അവരുടെ ദൈവാശ്രയം? Praise the Lord. They could have seen various, praise the Lord, hallelujah, miraculous ways in their past times. അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്. ചെങ്കടലിന് മുമ്പിൽ നിന്നപ്പോൾ ഒരു നിസ്സഹായമായ നിൽക്കുന്ന അവസ്ഥയിൽ ചെങ്കടലിനെ പിളർത്തി അവർക്ക് വേണ്ടി വഴിയൊരുക്കി തന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിപ്പിച്ച ഒരു ദൈവമുണ്ട്. അഗ്നിസ്തംഭവുമായി മേഘസ്തംഭവുമായി നിന്ന ദൈവത്തിൻ്റെ അനുഭവമുണ്ട്. മഞ്ഞ അവർക്ക് വേണ്ടി ആ മരുഭൂമിയിൽ പൊഴിച്ച അനുഭവമുണ്ട്. സോ ദേ ഹാഡ് എ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. എന്നാൽ ആ കോൺഫിഡൻസ് തന്നെയാണ് അവരെ ഈ ബാറ്റിലിൻ്റെ സമയത്തും ഒരു അൺഈവൻ പ്രൊസീജിയറിന് വിധേയപ്പെടാനായി അവരെ സാധ്യമാക്കിയത്, അവരെ ധൈര്യപ്പെടുത്തിയത്. സോ ദിസ് വാസ് എ ടൈം ടു റീഅഫേം themselves that I am believing in a God and I am confident in my Lord. Praise the Lord. ഇതുപോലെ ചില സമയങ്ങളിൽ ദൈവവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നറിയാൻ ചില പരീക്ഷണത്തിലൂടെ കടത്തിവിടും. അറിയാമോ? പ്രൈസ് ദ ലോർഡ്. ഇസ്രായേൽ മക്കളെ ഇപ്പം തന്നെ ചെയ്യണമെന്ന് ദൈവം പറയാനുള്ള കാരണം, ദേ നീഡ് ടു റിലേ ദാറ്റ് ഞാനാണ് വിളിച്ചതെങ്കിൽ, ഞാനാണ് മിസ്രൈമിൽ നിങ്ങളെ പുറപ്പെടുവിച്ചതെങ്കിൽ, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൈന്യം പോലും ഇല്ലെങ്കിലും ഐ ക്യാൻ ഗിവ് യു ദ കനാൻ. നിങ്ങൾക്ക് കനാൻ തരാൻ എനിക്ക് കഴിയും. അപ്പോൾ യു നീഡ് ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് through your military power I am going to give you this Canaan. ഈ കനാനെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വലിയ പട്ടാളങ്ങളൊക്കെ ഇറങ്ങി നിങ്ങളുടെ യുദ്ധാഭ്യാസങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രാവീണ്യം കൊണ്ടല്ല നിങ്ങൾക്ക് ഈ കനാൻ ലഭിക്കാൻ പോകുന്നത്. despite of your military capacity, anything whatever you have, it is nothing for me. I will, if I have promised you to give Canaan, I am able to give you. അത് ഇവരിൽ ഒന്ന് കോൺഫിഡൻസ് ആകുന്ന, ധൈര്യപ്പെടുന്ന പ്രക്രിയയായിരുന്നു. ഒന്നും നോക്കിയില്ല, എല്ലാവരും എന്ത് ചെയ്തു? പരിച്ഛേദനയ്ക്ക് വേണ്ടി വിധേയപ്പെട്ടു. സോ ഗോഡ് മേ ലീഡ് ഇൻ ടു സച്ച് കൈൻഡ് ഓഫ് ടെസ്റ്റ്. ഇങ്ങനെ ചില പരീക്ഷണത്തിൽ ദൈവം നമ്മെ കൊണ്ട് ഇരുത്തും. എന്നിട്ട് ദൈവത്തിലാണോ നമ്മുടെ കോൺഫിഡൻസ് എന്ന് ദൈവം ഒന്ന് നോക്കും. നമ്മൾ വേറെ വഴികൾ നോക്കുന്നുണ്ടോ, വേറെ പോംവഴി കാണുന്നുണ്ടോ, ഒഴിവ് നോക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കും. അല്ല, ഇവരാരും ഒഴിവഴി പറഞ്ഞില്ല. ഓക്കെ, ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോലെ അവരെല്ലാവരും വിശ്രമത്തിലാണ്. സോ ഗോഡ്സ് പീപ്പിൾ ആർ, വെൻ ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ഓർ ടേക്ക് കെയർ of themselves, there is a God more than able. ഈ ഇസ്രായേൽ മക്കൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയത്തില്ല യുദ്ധം ചെയ്യാൻ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിച്ഛേദന ഏറ്റിരിക്കുകയാണ്, ഇപ്പോൾ ഒരു യുദ്ധത്തിന് വന്നാൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരൊരു കാര്യം മനസ്സിലാക്കി, when God's people are not able to take care of themselves, there is a God who is more than able to take care. Praise the Lord. ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് നിരത്താനായിട്ട് കഴിയും. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട സമയത്ത് സിംഹത്തിൻ്റെ വായ അടച്ചത് ഇറ്റ് ഈസ് ബിക്കോസ് ദ ഗോഡ് ഈസ് ഏബിൾ. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വലിയ സിംഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ ദാനിയേലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ബട്ട് ഗോഡ് ഈസ് ദെയർ ഹൂ വിൽ ഡു ഫോർ ഹിം. നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഈ ഭൂമിയിലെ സകല മൃഗങ്ങളെ അതിനകത്ത് കയറ്റാൻ പറഞ്ഞു. മേ ബി ഇറ്റ് ഈസ് എ വെരി ഇമ്പോസിബിൾ തിങ്. പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അന്നത്തെ എൻജിനീയറിങ്ങിൻ്റെ കാൽക്കുലേഷനിൽ അങ്ങനെ ഒരു സാധനം ഒരിക്കൽ പോലും ഒരു ഹ്യൂമൻ തോട്ടിൽ വരാൻ സാധിക്കുന്ന കാര്യമല്ല. മാത്രവുമല്ല, ഈ ഭൂമിയിലെ സകല മൃഗങ്ങളെ അതിനകത്ത് കയറ്റാൻ ഇറ്റ്സ് എ വെരി ഇമ്പോസിബിൾ തിങ് ഫോർ എ ഹ്യൂമൻ. ബട്ട് നോഹ ഡിഡ് ഇറ്റ് ബിക്കോസ് ഹി ഹാഡ് എ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോഹ ഇത് ചെയ്തത് എന്ത് ചോദിച്ചാൽ, ഹി ഹാഡ് എ കോൺഫിഡൻസ് ഇൻ ദ ലോർഡ്. ഏലിയാവിനോട് ചോദിച്ചാൽ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും ഏലിയാവിന് മനസ്സിലായി, യെസ്, there is a God who can do miracles for me. There is a God who can do mighty things for me. Praise the Lord. Hallelujah. അതുകൊണ്ട് these people had a confidence that they could do everything. Praise the Lord. അതുകൊണ്ടാണ് പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൊരുതിയത് എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. സോ the second thing, that kind of spiritual preparation was to reaffirm your confidence in the Lord. ദൈവത്തിലുള്ള ആ കോൺഫിഡൻസ് ഒട്ടും കുറയ്ക്കണ്ട. God is there to do whatever he wants. Praise the Lord. മൂന്നാമത്തെ ഒരു സ്പിരിച്വൽ പ്രിപ്പറേഷൻ ഇവരിൽ സംഭവിച്ചത് എന്തെന്നറിയാമോ? അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞു. മിസ്രയീമിന്റെ നിന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളയുന്നു. So God asked to, first of all I said, renew the covenant. Secondly I said to reaffirm your confidence in the Lord. Third is remove their condemnation by the God. അവരുടെ മേലുണ്ടായിരുന്ന മിസ്രയീമിൻ്റെ നിന്ന് എന്ത് ചെയ്തു? മാറ്റി. There were two kinds of reports of Egypt. മിസ്രയീമിൻ്റെ 2 നിന്ദകൾ ഇവരുടെ നേരെ ഉണ്ടായിരുന്നു. ഒന്ന്, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മോശം പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തോട് സംസാരിക്കുന്ന സമയം ഇസ്രായേൽ മക്കളെല്ലാവരും അഹരോൻ്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. നോക്കണം, ചെങ്കടൽ കടന്ന് വന്ന സംഘം, മന്ന കഴിക്കുന്ന കൂട്ടർ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവർ, മോശ ഒരു നിമിഷത്തേക്ക് ദൈവത്തോടൊപ്പം സംസാരിക്കാനായി പോയ സമയത്ത് ഞങ്ങൾക്ക് നേതാവിനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് അഹരോനെ നിർബന്ധിച്ച് അഹരോനിൽ നിന്ന് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണമാണ്, പ്രൈസുള്ള, അന്യ ഒരു ദൈവത്തെ എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. അന്യ ഒരു ദൈവത്തെ ആരാധിക്കരുതെന്ന് മോശയിലൂടെ കിട്ടിയിട്ടുള്ള കൽപ്പന കിട്ടിയിട്ട് ചൂടാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. പ്രൈസ് ദി ലോർഡ്. കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ശേഷം അവർ ആ ദൈവത്തെ മറന്നിട്ട് ഹല്ലേലൂയ കാളക്കുട്ടിയെ ആരാധിക്കാനായിട്ട് പോയി. അടുത്തൊരു കാര്യം, 2-ാമത്തെ നിന്ന് കാദേശ് ബർണയിൽ വെച്ച്, പ്രൈസ് ദി ലോർഡ്, കാദേശ് ബർണയിൽ വെച്ച് ദൈവത്തോട് അവർ അനുസരണക്കേട് കാണിച്ചു. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ വായിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തോട് മത്സരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 11-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും, ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ട് അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും. ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിക്കുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളാക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നപ്പോൾ അവരെല്ലാവരും, പ്രൈസ് ദി, മിസ്രയീമ്യർ പറഞ്ഞു, ദാ കിടക്കുന്നു ഇസ്രായേൽ മക്കൾ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടു. അപ്പോൾ 2 കാര്യത്തിൽ അവർ നിന്ദിക്കപ്പെട്ടു. ഒന്ന്, കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ജാതീയ ആചാരത്തിലേക്ക് വീണു. 2, അവർ ദൈവത്തോട് മത്സരിച്ച് ജാതികൾ അവരുടെ മേൽ നിന്ദാ വിഷയമായി മാറി. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ മിസ്രൈമർ മുഴുവൻ ഇവരെ കളിയാക്കിയിരുന്നത് കണ്ടില്ലേ. നിങ്ങളുടെ ഒരു ജീവനുള്ള ദൈവം എന്നൊക്കെ പറഞ്ഞാണല്ലോ നിങ്ങൾ ഇവിടുന്ന് വലിയ കച്ചകെട്ടി ഇറങ്ങിയത്. വഴിവെച്ച് വന്നപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു കാളയെ ഉണ്ടാക്കി നിങ്ങൾക്ക് ആരാധിക്കേണ്ടി വന്നല്ലോ. നിങ്ങളും ഒരു ഞങ്ങളെപ്പോലെ ഒരു വിഗ്രഹാരാധികളായി മാറിയല്ലോ എന്ന് മിസ്രൈമർ ഇവരെ നോക്കി കളിയാക്കിയിട്ടുണ്ട്, ഇവരെ നോക്കി നിന്ദിച്ചിട്ടുണ്ട്. രണ്ടാമത് കാദേശ് ബർണയിൽ വെച്ച് അവർ ദൈവത്തോട് മത്സരിച്ചപ്പോഴും അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, ആ ജാതിയരെല്ലാം അവരെ എന്ത് ചെയ്തു, അത് നിമിത്തമായി ഒരു അവഹേളനത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. സോ ഇത് രണ്ടും അവരുടെ മേലുണ്ടായിരുന്ന ഒരു നിന്ദയാണ്, എ കൈൻഡ് ഓഫ് ഗിൽട്ട്. എന്നാൽ യോർദാൻ നദി കടന്നു വന്ന ഇസ്രായേൽ മക്കൾ, യോശുവയുടെ നേതൃത്വത്തിൽ വന്ന ഇസ്രായേൽ മക്കൾ, അവർ പറയുകയാണ്, ഇസ്രായേൽ മേലുള്ള മിസ്രൈമിൻ്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. സോ ഗോഡ് റിമൂവ്ഡ് ദി റിപ്പോർച്ച് ഓഫ് ഈജിപ്റ്റ് ഫ്രം ദ ലൈഫ് ഓഫ് ദിസ് ഇസ്രായേലൈറ്റ്സ്. ഇവരുടെ ജീവിതത്തിൽ നിന്ന് അത് നിന്ദകൾ ഉരുട്ടിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലവും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം അത് തന്നെയാണ്. നിങ്ങളുടെ ആത്മീയ പോരാട്ടത്തിൽ, ഒരു ആത്മീയ ബാറ്റിലിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ തയ്യാറെടുപ്പിൽ ഒന്ന് വേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ നമ്മുടെ മേൽ ചുമത്തിയിരുന്ന ഒരു നിന്ദയുണ്ട്. ആ നിന്ദ മറ്റൊന്നുമല്ല, ഇവനൊരു പാപിയാണ്. പ്രൈസ് ദി ലോർഡ്. പിശാച് നമ്മെ നോക്കി വെച്ചിരുന്ന നിന്ദയാണ് ആദാമ്യ വർഗം നിമിത്തമായി ഉണ്ടായ പാപം. എന്നിലും നിന്നിലും ആ പാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ പാപം ചെയ്ത് അവരുടെ ജീവിതം ഇല്ലാതെയാക്കിയിരുന്നു. പിശാച് നോക്കി പറയുന്നത്, നീ പറയുന്ന നിന്റെ സൃഷ്ടികളായിരിക്കുന്ന ഈ ജനം പാപികളാണ്. They are sinners. So that was a reproach upon us. നമ്മുടെ മേലുണ്ടായിരുന്ന നിന്ദ അതാണ്, പാപം എന്നുള്ള നിന്ദ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് മൂലമായി, യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചതിൻ്റെ പരിണതഫലമായി, we got, praise the Lord, or we were able to remove the condemnation which was over us. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, praise the Lord, ആ നിന്ദയെ എടുത്തു മാറ്റി. praise the Lord. എന്നാൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാമോ, ഇത് എടുത്തു മാറ്റിയെങ്കിലും നമ്മൾ പോയെന്ന് വിശ്വസിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേലുണ്ടായിരുന്ന ഉപരോധം മാറ്റിയെങ്കിലും നമ്മൾ ചിലപ്പോഴും വിശ്വസിക്കുന്നില്ല ഇത് പോയോ ഇല്ലയോ എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ പലപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നീ ശരിയല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ പലപ്പോഴും നമ്മുടെ ചെവി വന്നിട്ട് പറയും, നീ പാപിയാണെന്ന്. സാത്താൻ പലപ്പോഴും നമ്മുടെ ചെവി വന്നിട്ട് പറയും, നീ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല എന്ന്. സാത്താൻ നമ്മുടെ ചെവി വന്നിട്ട് പറയും, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല, കാരണം നീ ഒത്തിരി പാപം ചെയ്ത വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയെല്ലാം ഒരിക്കലായി യാഗമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മുടെ മേൽ ഇനി ഒരു നിന്ദയ്ക്ക് അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകുന്നുണ്ടാകാം, എന്നാൽ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളോട് ആഗ്രഹിക്കുകയാണ്. സോ there is no any big failure in us. എന്നാൽ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ നമ്മൾ ഒത്തിരി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പലപ്പോഴും കുറ്റബോധത്തിൻ്റെ അനുഭവം പേറി ജീവിക്കുന്ന അനുഭവങ്ങൾ പലരിലുമുണ്ട്. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, remove the condemnation. God has already removed the condemnation of sin from our life. എന്നാൽ അതിൻ്റെ പേരിൽ വീണ്ടും നമ്മൾ വേട്ടയാടപ്പെടരുത്. നമ്മൾ പലപ്പോഴും വേട്ടയാടപ്പെടുകയാണ്. ദൈവം ഏതെങ്കിലും കാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായ തെറ്റുകൾ നിമിത്തമായി ഇന്നും ആരെങ്കിലും വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ നിന്ദകൾ മാറ്റുന്ന ദൈവമാണ്. ദൈവം നിങ്ങളുടെ നിന്ദകൾ ഉരുട്ടി മാറ്റുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ച് റിമൂവ് our condemnation. It is by the Lord itself. Praise the Lord. Hallelujah. നമ്മുടെ ജീവിതത്തിലെ പരാജയം, ഹല്ലേലൂയ, ഉണ്ടാകുന്നത് that is not a reason for you to have a new victory. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ വീഴ്ച ഒരു വിജയം പ്രാപിക്കുന്ന തടസ്സമല്ല. ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ ഏത് കുറ്റവും ഏത് പാവവും നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ക്ഷമ ലഭിക്കും. സോ once you may be defeated by any sinful act,
But your defeat is not a reason for your new victory. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു പുതിയ വിജയത്തിന് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പരാജയം ഒരു റീസണേ അല്ല. സോ റിമൂവ് their condemnation. അപ്പോൾ ഒന്ന്, it was renewing their covenant. രണ്ട്, it was reaffirming their confidence in the Lord. And thirdly, it was removing their condemnation by the Lord. രണ്ട് കാര്യങ്ങളുണ്ട്. എൻ്റെ മുമ്പിൽ സമയം തീർന്നു, എങ്കിലും വളരെ പെട്ടെന്ന് ഓർപ്പിക്കാം. നാലാമത്തെ കാര്യം, അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. Remembering, the fourth one is remembering the commitment. ഈ പെസഹ വാസ്തവത്തിൽ അവർ എന്ന് ആചരിച്ചെന്നറിയാമോ? അവരന്ന് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആചരിച്ചതാ. പിന്നെ മരുഭൂമിയിലൊന്നും അവർക്ക് പെസഹ ആചരിക്കാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരക്കായിപ്പോയി പാസ്റ്റർ, തിരക്കായിപ്പോയി. നമ്മളങ്ങ് തിരക്കാം. മിസ്രൈമിൽ അവർ വളരെ ഭാരപ്പെട്ട് നിന്ന അനുഭവിച്ച് വേദന അനുഭവിച്ച് അവർ വളരെ ക്ലേശം അനുഭവിച്ച സമയത്ത് അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് രക്ഷാമാർഗം ഒരുക്കിക്കൊടുത്തു. അവർ പെസഹ ആചരിച്ച് ഹല്ലേലൂയ കടിഞ്ഞൂൽ സംഹാരം എന്നുള്ള അവസാനത്തെ ബാധ കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും പെസഹ ചോരത്തളിയും പെസഹയും ആചരിച്ച് അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതാണ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ദേ കുഡ് ഒബ്സർവ് പെസഹ, ദി പാസ് ഓവർ. ആഫ്റ്റർ ദാറ്റ് അവരെല്ലാം വിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അവർക്ക് കൊടുത്ത ഉടമ്പടിയാണ് ദൈവം ചെയ്തതായ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയെ നീ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. എന്നാൽ പിന്നീട് ഇവർക്ക് യോഗവും ഇല്ല, പ്രാർത്ഥനയിലും ഒന്നുമില്ല. 40 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എന്നാൽ യോശുവ പറഞ്ഞു, ഇനിയും നിങ്ങൾക്ക് വാട്ട് യു നീഡ്, യു ഹാവ് ടു റിമെമ്പർ ദ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമ്മൾ ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരാ സീനായി പർവ്വതത്തിൽ അവരൊന്ന് ഒന്ന് ഓർത്തു. എന്നാൽ നോ എവിഡൻസ് ഓഫ് ഒബ്സർവേഷൻസ് ദെയർ ആഫ്റ്റർ. പിന്നീട് അവരിൽ ഒരു തരത്തിൽ പോലും ഇത് നടന്നതായി കാണുന്നില്ല. അവൻ നമ്മെ എത്ര അഗാധമായി സ്നേഹിച്ച് നമ്മളെ വിളിച്ച് വേർതിരിച്ചതല്ലേ, നമ്മെ രക്ഷിച്ചതല്ലേ, നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ച് തന്നതല്ലേ. പ്രൈസ് ദി ലോർഡ്. വീഴാതെ വണ്ണം വീണ്ടും അവൻ്റെ മഹിമാസന്നതയിൽ നിലനിർത്തിയിരിക്കുന്ന ആ ദൈവകൃപ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഇന്നും നമ്മൾ ഈ സൂം മീറ്റിംഗ് വന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ ദൈവസേനയിൽ നമ്മൾ ഹൗ ഓഫൺ വി ആർ ഏബിൾ ടു കമ്മിറ്റ്, remember the commitment of the Lord with us. വിടുതൽ കിട്ടിയപ്പോൾ ആ വഴിയെ പോയി, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് നമ്മയോട് സംസാരിക്കുന്നത്, if you need to conquer your Canaan, you need to remember the commitment that Lord has brought to you. പ്രൈസ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റുകളെ നിങ്ങൾ മറന്നു പോകരുത്. അതോരോ നിമിഷവും ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. സോ ദേ വർ ഏബിൾ ടു റിമെമ്പർ ദി കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കണം. അതിനാണ് നമ്മൾ ആരാധനയായിട്ടും ഉപവാസ പ്രാർത്ഥനയായിട്ടും വിശുദ്ധ സഭായോഗമായിട്ടൊക്കെ കൂടി വരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ രാജ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നല്ലൊരു ശമ്പളത്തിൽ നമുക്ക് ജോലി തന്ന ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ മറന്നു പോകരുത്. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കനം കണ്ടിട്ടല്ല നമ്മൾ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യാതൊരു യോഗ്യതയും കണ്ടിട്ടല്ല ദൈവം നമ്മളെ ഇപ്പോൾ നാം ആയിരിക്കുന്ന സാഹചര്യം. ഇത് ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തതയാണ്. ദൈവത്തിന് നമ്മളോടുള്ള വിശ്വസ്തതയാണ്. അത് ലഭിച്ചു കഴിയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് അത് ദൈവത്തെ ഓർക്കുന്ന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് പലപ്പോഴും ഞായറാഴ്ചകളൊക്കെ ഡ്യൂട്ടി ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരി, ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല.
എന്നാൽ കഴിവുള്ളിടത്തോളം കർത്താവിൻ്റെ സന്നദ്ധയിൽ എപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. that should be remembered because God has done how big he has loved us. ഏറ്റവും വലിയ സ്നേഹം നമുക്ക് രക്ഷ തന്നു എന്നുള്ളതാണ്. നമുക്ക് രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലാകാൻ ദൈവം നമുക്ക് അവസരം തന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേ ഉള്ളൂ നമുക്ക് കിട്ടിയ ജോലിയോ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്നാൽ അതിനുവേണ്ടി എല്ലാം ദൈവസ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി റിമെമ്പറിങ് ഗോഡ്സ് കമ്മിറ്റ്മെൻറ്റ്. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. അതിൻ്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. യോശുവ യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവൻ, അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപനാണ്, ഇപ്പോൾ വന്നിരിക്കുന്നു. Praise the Lord. The final thing, you have to recognize that God is in control of everything. Or in other sense, recognize the control of the Lord. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഗതിയും നിർണ്ണയിക്കുന്നത് നമ്മളല്ല. Praise the Lord. നമ്മുടെ ഓരോ സ്റ്റെപ്പും നിർണ്ണയിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. He is in control. നോക്കിക്കോണം, യോശുവ he is in the midst of a battle. അപ്പോൾ യോശുവയുടെ ഇടയ്ക്ക് ഊരിപ്പിടിച്ചൊരു വാളുമായിട്ട് വരുന്നപ്പോൾ യോശുവ ചിന്തിച്ചത്, ഇവൻ ഞങ്ങളുടെ കൂടെ, അന്ന് ഈ അലയൻസ് ഉണ്ട്, പല പല രാജ്യങ്ങൾ തമ്മിൽ അലയൻസ് ഉണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സത്യത്തിൽ ആരുമായിട്ടൊരു അലയൻസ് ഇല്ല. എന്നാൽ ഈ ഊരിപ്പിടിച്ച വാളുമായിട്ട് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ട് യോശുവ ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പക്ഷക്കാരനാണോ? ഇഫ് യു ആർ ഇൻ അവർ സൈഡ്, ഞങ്ങളുടെ കൂടെ ചേർന്ന് ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാനായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, അല്ല, പറയുന്നത് യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപനാണെന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് ഗോയിങ് ടു സ്റ്റാൻഡ് ആസ് വൺ ഓഫ് യുവർ സൈഡ്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാനല്ല വന്നത്, ഈ യുദ്ധം തന്നെ ചെയ്യാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. യു ഗോട്ട് ഇറ്റ്? പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. ഐ ആം ദെയർ ടു കൺട്രോൾ എവറിത്തിങ്. പലപ്പോഴും ഈ യോശുവ ആഗ്രഹിച്ചത് ഞങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യല്ല, കൂടെ നിൽക്കാനല്ല. നിങ്ങൾ മാറി നിൽക്ക്, ഞാനാണ് ഇനി ഇതിന് നിയന്ത്രണം. ഐ ആം ദി ഓൾ മൈറ്റി. അവിടെ പറയുന്നത് ദ ഹോസ്റ്റ്, ഐ ആം ദി ക്യാപ്റ്റൻ ഓഫ് ദി ലോർഡ്സ് ഹോസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപനാണെന്ന് പറഞ്ഞാൽ ഇനി ഞാനാണ് യുദ്ധം ചെയ്യുന്നത്. സോ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. റെക്കഗ്നൈസ് ദ കൺട്രോൾ ഓഫ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിഷയത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിലാണ്. അത് എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇവിടെ ജോലി കിട്ടുന്നതോ ലഭിക്കാതിരിക്കുന്നതോ വിസ കിട്ടുന്നതോ മുമ്പോട്ട് പോകുന്നതോ ശുശ്രൂഷ ഉണ്ടാകുന്നതോ എന്താണേലും ദൈവത്തിൻ്റെ കൺട്രോളിൽ നടക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. സോ ബിലീവ് ഇൻ ദാറ്റ്. റെക്കഗ്നൈസ് ദി കൺട്രോൾ ഓഫ് ദി ലോർഡ്. So this was the spiritual preparation, or a preparation that was instructed to Joshua. എന്തായിരുന്നു? Renew your covenant, reaffirm the confidence in the Lord, remove the reproach, the condemnation by the Lord, or remember the commitment of the Lord, and finally recognize the control of Lord. നമ്മുടെ ആത്മീയ യാത്രയിലും കനാനിലേക്കുള്ള നമ്മുടെ ആത്മീയ യാത്രയിലും ഇത് തന്നെ വേണം. ദൈവത്തോടുള്ള നമ്മുടെ ഉടമ്പടി റിന്യൂ ചെയ്യണം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, കോൺഫിഡൻസ്, അതിനെ റീഅഫേം ചെയ്യണം. ദൈവത്തിലുള്ള പ്രൈസ് ദി ലോർഡ്, നമ്മുടെ മേലുള്ള പാവത്തിൻ്റെ നിന്ന ദൈവം എടുത്തു കളഞ്ഞിരിക്കുന്നു. ആ നിന്ദകൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും തുടരാൻ പാടില്ല. പാപം നമ്മളിൽ തുടരാൻ പാടില്ല. അതിൻ്റെ ചൊവ്വ നമ്മുടെ ജീവിതത്തിലും തുടരാൻ പാടില്ല. റിമെമ്പർ ദി കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന് നമ്മളോടുള്ള ദൈവത്തിൻ്റെ താല്പര്യങ്ങളെ നാം മറന്നു പോകരുത്. റെക്കഗ്നൈസ് ഫൈനലി ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നത്. നമ്മളെ തന്നെ ദൈവകരങ്ങളെ സമർപ്പിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ പകലത്തെ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയ ഡോക്ടർ ക്രിസ്റ്റി ചുരുക്കം വാക്കുകൾ പ്രാർത്ഥിച്ച് ഈ ഫസ്റ്റ് സെഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും.
Lord Jesus, thank you, Lord, for this day, Lord. I thank you, Lord, for everything. Thank you, Lord Jesus, for giving us this time, Lord, to come into your presence, Lord, this morning. I thank you, Lord, for the mercies that you have shown unto us, Lord Jesus, for Lord, giving us this day, Lord, to gather together, Lord, in your presence, Lord. This time and opportunity that you have given unto us, Father, let it never be, Lord, that, Lord, we have wasted, Lord, the opportunity that you have given unto us, Father, Lord, to be in your presence, Lord, to be at your feet, Lord. I thank you, Lord, that you gave us